ഒരു വിത്തിൽ തുടങ്ങുന്ന സന്തോഷം വിളവായി തിരികെ വരും. ഹായ് ഫ്രണ്ട്സ്, കൃഷിയും ഗാർഡനിങ്ങും ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് സങ്കൽ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുക്കുംബർ കൃഷിയെ പറ്റിയാണ്. ഇത് വീട്ടിൽ കൃഷി ചെയ്യുന്നവർക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. ഇപ്പോൾ കനത്ത മഴയെല്ലാം മാറി ഒരു ഫ്രഷ് അന്തരീക്ഷമായി വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കുക്കുംബർ കൃഷി ചെയ്യാൻ നല്ല സമയമാണ്. ഇന്ന് നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്നത് ടെറസിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം നമ്മൾ വെള്ളം ഒഴിക്കാതിരുന്നാൽ നമ്മുടെ ചെടി നശിക്കാതിരിക്കാൻ നമ്മളൊരു പ്രത്യേക രീതിയിലാണ് ഇന്നത്തെ കൃഷി ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കുക്കുംബറിൻ്റെ വിത്ത് പാകുകയും നേരത്തെ പാകി കിളുത്ത് നിന്ന തൈ നമ്മൾ മാറ്റി നടുകയാണ് ചെയ്യുന്നത്. ഈ വിത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല, നമ്മുടെ അടുക്കള വേസ്റ്റിൽ നിന്നും കിട്ടിയതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളിത് അടുക്കള വേസ്റ്റിൽ നിന്നും കഴുകിയെടുത്ത വിത്താണ്, പച്ചക്കറി വേസ്റ്റിൽ നിന്ന് കിട്ടിയതാണ്. ഇതിനെ നമ്മൾ പൾപ്പെല്ലാം മാറ്റി വെയിലത്ത് ചെറുതായിട്ട് ഒന്ന് നനവെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്. നമുക്കിതിനെയാണ് ഇന്ന് നടേണ്ടത്. ഈ കവറിലാണ് നമ്മളിത് നടുന്നത്, പാകുന്നത്. അപ്പം നമുക്ക് കുറച്ച് തൊണ്ട് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. ഈ മണ്ണും ചാണകപ്പൊടി ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മണ്ണാണ്. നമുക്കിനി വിത്ത് പായി കൊടുക്കാം. ഇതിൻ്റെ പുറത്ത് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. തളിച്ചു കൊടുത്തിട്ട് ഇത് തണലത്തോട്ടെടുത്ത് വയ്ക്കാം. ഇതിനു മുമ്പ് നമ്മൾ പാകി കിളിപ്പിച്ച വെള്ളരി തൈയാണ്. ഇത് ഒരു 5 തൈ വരെ വളർന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 2 തൈ നമ്മൾ 2 കവറിലോട്ട് മാറ്റി നട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ നടുന്നത് ഈ പ്ലാസ്റ്റിക് ബക്കറ്റിലും ഈ കവറിലുമാണ്. നമ്മൾ ബക്കറ്റിൽ ഹോൾ ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഇരുമ്പ് കമ്പി കൊണ്ട് ഹോൾ ഇട്ടതാണ്, കണ്ടല്ലോ. ഹോളിട്ട് നിറയെ വെള്ളം വാർന്നു പോകാനുള്ള നല്ല ഹോളുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് നമ്മൾ അത്രയും ഹോൾ ഇതിനകത്ത് ഉണ്ട്. ഇനി കവറിലാണെങ്കിൽ ഇതിനകത്ത് ഒത്തിരി ഹോളുണ്ട്. ഹോളുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയാൽ മതി. ഒരിക്കലും ഇതിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ഇനി നമുക്ക് ചെടി നട്ടു കൊടുക്കാം. നമുക്ക് ആദ്യം ഇത് തൊണ്ട് ആണ് വേണ്ടത്. ഇതിനെ നമ്മൾ ഇതിൻ്റെ അടിഭാഗത്തോട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഹോള് തുറന്നതിനെ, കാരണം വെള്ളം കെട്ടി നിൽക്കില്ല. മാക്സിമം ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തു. അതുപോലെ തന്നെയാണ് ഇതിനകത്തും വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഇതിനകത്ത് നമുക്ക് ചിരട്ട വെച്ച് കൊടുക്കാം. ഈ ചിരട്ട വെച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെക്കണം. അപ്പോൾ വെള്ളം ഇതിനകത്ത് നിൽക്കും. വേണ്ടത് ചവറ്, നമ്മൾ അടിച്ചു വാരിയ ചവറും കുറച്ച് പച്ച ഇലയും.
പച്ചില നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ എല്ലാം നല്ലപോലെ താഴും അഴുകി. ഇനി നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാം. പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേറെ പച്ചക്കറി നട്ട മണ്ണാണിത്. വേറെ പുളിപ്പ് മാറ്റാത്ത സാധാ മണ്ണ്. ഈ മണ്ണിൽ കൂടെ നമ്മൾ വേപ്പിൻ പിണ്ണാക്കിൻ്റെ ഒരു പിടി, എല്ലുപൊടി ഒരു പിടി, നമ്മുടെ സാധാ ജൈവ വളം ഒരു പിടി, എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് സ്യൂഡോമോണസ് കൂടെ അതിൽ ആഡ് ചെയ്യുന്നു. ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് നമ്മളിടുകയാണ്. ഇത് സ്യൂഡോമോണസ്. എല്ലുപൊടിയും നമ്മൾ ഓർഗാനിക് വളവും രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് നമ്മൾ ഇനി ഇടാൻ പോകുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് നിറച്ച് കൊടുക്കാം. നിറച്ച് നമ്മൾ വെച്ച് കൊടുക്കണം. കാരണം അടിയിൽ നമ്മൾ ചവറാണല്ലോ വെച്ചേക്കുന്നത്. അപ്പോൾ അത് അഴുകും തോറും ഇത് താഴോട്ട് പോകും. അതുകൊണ്ട് നമ്മൾ ബാക്കി സാധാരണ നമ്മൾ പോട്ടി മിക്സ് ഇടുമ്പോൾ ഇതിൻ്റെ 1/4 ഭാഗമാണ് നമ്മൾ പോട്ടി മിക്സ് ഇടാൻ പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ നിറച്ച് വയ്ക്കണം. ഈ ചെടിയെ നമുക്ക് മാറ്റി നട്ടു കൊടുക്കാം. ഇത് ഇളക്കുമ്പോൾ നല്ല വേരോടെ ഇളക്കി പതുക്കെ എടുത്താൽ മതി. ഒരു കവറിൽ നമുക്ക് 2 എണ്ണം നടാം. അപ്പോൾ ഇതിൽ നമുക്കിത് രണ്ടും മാറ്റി നടാം. നമുക്കിതിന് വെള്ളം തളിച്ചു കൊടുക്കാം. ഇവിടെ ഇന്നലെ നട്ടതിനും കൂടെ തളിച്ചു കൊടുക്കാം. ഇത് നമുക്ക് പൊതയിട്ട് കൊടുക്കാം. നമ്മൾ അടിവളം എല്ലാം നല്ലതായിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ആദ്യത്തെ 15 ദിവസം നമുക്കൊന്നും കൊടുക്കണ്ട. അടുത്ത 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് വളം കൊടുക്കണം. പിന്നീട് വരുന്ന ഓരോ ആഴ്ചയിലൊരിക്കുകയും 7 ദിവസം കൂടുമ്പോൾ നമുക്ക് വളം കൊടുക്കണം. എന്നാലേ നമ്മളെ ചെടി നന്നായിട്ട് വളരുള്ളൂ. പിന്നെ ഇത് പൂക്കാറാകുമ്പോൾ പൊട്ടാസ്യം അടങ്ങിയ വളമാണ് നമ്മൾ കൊടുക്കാൻ. എന്നാൽ അതിൽ നിറയെ പൂക്കളും കായ്കളും ഉണ്ടാവും. വെള്ളരി നല്ല വെള്ളം ആവശ്യമായിട്ടുള്ള ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ഈ രീതിയിൽ നട്ടതുകൊണ്ട് തന്നെ ഒരു ദിവസം അഥവാ വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല എങ്കിലും
ഇതിന് വലിയ പ്രശ്നമില്ല, വെള്ളം അതിൽ നിന്നും എടുത്തോളും. നിങ്ങൾ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വെള്ളരി ഒന്ന് നട്ട് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമൻറ്റിൽ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഗാർഡനിങ് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.